വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് അക്കാഡമി. എൻ്റെ പേര് ജിജി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കറണ്ട് അഫെയർസ് ആണ് കേട്ടോ. അപ്പോൾ മെയ് മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലാണ് കറണ്ട് അഫെയർസ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ പറയാം, നിങ്ങൾ ഉത്തരം അറിയുമെങ്കിൽ ഉത്തരം കമൻറ്റ് ചെയ്യുക. ഇനി ഉത്തരം അറിയാത്തവർ യാതൊരു ടെൻഷനും വേണ്ട, കാരണം ഉത്തരം അറിയില്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇൻഫർമേഷനും കൂടി നിങ്ങളുടെ ബ്രെയിനിലേക്ക് ആഡ് ആവുകയാണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാമേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് ഒത്തിരി കോഴ്സുകളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇവിടെ എൻക്വയറി ചെയ്യാം. ആ സ്ക്രീനിലൊരു നമ്പറൊക്കെ കാണുന്നില്ലേ, PPT-ലൊക്കെ ഒരു നമ്പർ കാണുന്നില്ലേ, അതിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ കോഴ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആദ്യത്തെ ചോദ്യം ഇതാണ്. 2026 ഏപ്രിലിൽ 7.7 തീവ്രതയുള്ള ഭൂകമ്പത്തെ തുടർന്ന് മെഖാക് ജാഗ്രത നൽകിയ രാജ്യം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇന്തോനേഷ്യ, ഓപ്ഷൻ ബി ഫിലിപ്പൈൻസ്, ഓപ്ഷൻ സി ജപ്പാൻ, ഓപ്ഷൻ ഡി നേപ്പാൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആൻസർ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്കറിയാം, ഇത് റെക്കോർഡ് സെഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി സമയം തരേണ്ട കാര്യമില്ല. കാരണം ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, നിങ്ങൾ താഴെ ആൻസർ കമൻറ്റ് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അതല്ലേ കുറച്ചുകൂടി എളുപ്പം. ആൻസർ നോക്കാം, ഏതാണ് വരുന്നതെന്ന്. ജപ്പാനാണ് വരുന്നത്. ഓക്കെ, ജപ്പാനാണ് വരുന്നത്. ഇനി അടുത്തത്, IPL അരങ്ങേറ്റ മത്സരത്തിലെ ആദ്യ ഓവറിൽ തന്നെ 3 വിക്കറ്റുകൾ വീഴ്ത്തിയ പ്രഫുൽ ഫിഗെ ഏത് ടീമിലെ അംഗമാണ്? ഓപ്ഷൻ എ മുംബൈ ഇന്ത്യൻസ്, ഓപ്ഷൻ ബി രാജസ്ഥാൻ റോയൽസ്, ഓപ്ഷൻ സി സൺറൈസേഴ്സ് ഹൈദരാബാദ്, ഓപ്ഷൻ ഡി ചെന്നൈ സൂപ്പർ കിങ്സ്. ഏതാണ് വരുന്നത്? ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ്, സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, 2026 ICC വനിതാ T20 ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്, അല്ലെങ്കിൽ രാജ്യങ്ങൾ ഏതാണ്? ഇന്ത്യ, ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക, ഇംഗ്ലണ്ട്, വെയിൽസ്. ഏതാണ് വരുന്നത്? ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ്, ഇംഗ്ലണ്ട്, വെയിൽസ് ആണ് വരുന്നത്. അടുത്തത്, ഡിജിറ്റൽ തട്ടിപ്പുകൾ തടയുന്നതിനായി DBI ആവിഷ്കരിച്ച AI അധിഷ്ഠിത ചാറ്റ് ബോട്ട് ഏതാണ്? അഭയ്, സഞ്ജീവനി, ഹൃദ്യം, റെലോസ്. ഏതാണ് വരുന്നത്? ഏതാണ് വരുന്നത്? ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ്, അഭയ് ആണ്. അടുത്തത്, കേരള സർക്കാർ നവജാത ശിശുക്കൾക്ക് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ നൽകുന്ന പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരോഗ്യം, ഹൃദ്യം, വാത്സല്യം, കിരണം. ഏതാണ് പദ്ധതി? ഏതാണ് പദ്ധതി? ആരോഗ്യം, ഹൃദ്യം, വാത്സല്യം, കിരണം. ഏതാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ്, ഹൃദ്യമാണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ ന്യൂട്രൽ റെയിൽവേ ഡിപ്പോ ഏതാണ്? പാലക്കാട് ഡിപ്പോ, ചെന്നൈ ഡിപ്പോ, കങ്കാരിയ കോച്ചിങ് ഡിപ്പോ, ബാംഗ്ലൂരു ഡിപ്പോ. ഏത് ഡിപ്പോ ആണ്? ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ ന്യൂട്രൽ റെയിൽവേ ഡിപ്പോ ഏതാണ്? ഏതാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ്, കങ്കാരിയ കോച്ചിങ് ഡിപ്പോ ആണ്. അടുത്തത്, സൈനിക താവളങ്ങൾ പരസ്പരം ഉപയോഗിക്കുന്നതിനായി ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പുവെച്ച കരാർ ഏതാണ്? കൊക്കാസെ, റെലോസ്, സഞ്ജീവനി, മിസൈൽ കരാർ. ഏതാണ്? സ്പീഡാന്നൊന്നും തോന്നണ്ട, നമ്മൾ റെക്കോർഡ് സെഷൻ ആയതുകൊണ്ടാണ്. പോസ് ചെയ്യുക, ആൻസർ കമൻറ്റ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് അതൊന്ന് മാറ്റുക. ഓക്കെ, ഏതാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ്, റെലോസ് ആണ് വരുന്നത്. അടുത്തത്, ഇന്ത്യയുടെ 95ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററായി മാറിയ താരം ആരാണ്? വിശ്വനാഥൻ ആനന്ദ്, ഡി കുകേഷ്, ആർ പ്രജ്ഞാനന്ദ, അരണ്യക് ഘോഷ്. ആരാണ്? ആരാണ് വരുന്നത്? ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ്, അരണ്യക് ഘോഷ് ആണ് വരുന്നത്. അടുത്തത്, 2026 ലോക ലിവർ ദിനത്തിന്റെ പ്രമേയം എന്താണ്? കീപ് യുവർ ലിവർ ഹെൽത്തി, സോളിഡ് ഹാബിറ്റ് സ്ട്രോങ് ലിവർ, ലവ് യുവർ ലിവർ,
ഹെൽത്തി ഫുഡ് ഹെൽത്തി ലിവർ ഏതാണ് വരുന്നത്? 2026 ലോക ലിവർ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ് സോളിഡ് ഹാബിറ്റ് സ്ട്രോങ് ലിവർ ആണ് വരുന്നത്. അടുത്തത് സാമുവൽ മേനോൻ പുരസ്കാരത്തിന് അർഹനായ മലയാള ചലച്ചിത്ര സംവിധായകൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലിജോ ജോസ് പല്ലിശ്ശേരി, ശ്യാമപ്രസാദ്, ബ്ലെസി, ജിത്തു ജോസഫ്. ആരാണ്? സാമുവൽ മേനോൻ പുരസ്കാരത്തിന് അർഹനായ മലയാള ചലച്ചിത്ര സംവിധായകൻ ആരാണ്? ലിജോ ജോസ് പല്ലിശ്ശേരി, ശ്യാമപ്രസാദ്, ബ്ലെസി, ജിത്തു ജോസഫ്. ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ്, ബ്ലെസി ആണ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോഗ്ലിഫ് കൺസർവേഷൻ പാർക്ക് എവിടെയാണ് നിലവിൽ വരുന്നത്? ഷിംല, ലേ, ജയ്പൂർ, വയനാട്. എവിടെയാണ് നിലവിൽ വരുന്നത്? ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ്, ലേ ആണ്. അടുത്തത് DRDO വികസിപ്പിക്കുന്ന ഹൈപ്പർസോണിക് മിസൈൽ പദ്ധതി ഏതാണ്? പ്രോജക്റ്റ് അർജുൻ, പ്രോജക്റ്റ് അഗ്നി, പ്രോജക്റ്റ് വിഷ്ണു, പ്രോജക്റ്റ് പൃഥ്വി. ഏതാണ്? ഏതാണ് വരുന്നത്? ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ്, പ്രോജക്റ്റ് വിഷ്ണു ആണ്. അടുത്തത് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്ന നേട്ടം രോഹിത് ശർമ്മയെ മറികടന്ന് സ്വന്തമാക്കിയത് ആരാണ്? ഓപ്ഷൻ എ സ്മൃതി മന്ദാന, ഓപ്ഷൻ ബി വിരാട് കോഹ്ലി, ഓപ്ഷൻ സി മിതാലി രാജ്, ഓപ്ഷൻ ഡി ഹർമൻപ്രീത് കൗർ. ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ്, സ്മൃതി മന്ദാനയാണ് വരുന്നത്. അടുത്തത് ഇന്ത്യൻ ആർമിയുടെ നേതൃത്വത്തിൽ ആസാമിലെ ഗുവാഹത്തിയിൽ നടന്ന വെള്ളപ്പൊക്ക ദുരിതാശ്വാസ അഭ്യാസത്തിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സൈസ് ജൽ ശക്തി, എക്സൈസ് ജൽ റാഹത്ത്, എക്സൈസ് പ്രളയം, എക്സൈസ് സഹയാത്ര. ഏതാണ് വരുന്നത്? ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ്, എക്സൈസ് ജൽ റാഹത്ത് ആണ് വരുന്നത്. അടുത്തത് കാലാവസ്ഥാ നിരീക്ഷണത്തിനായി ഇന്ത്യ G20 ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന വർഷം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2025, 30, 27, 26. ഏത് വർഷമാണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ വിക്ഷേപിക്കാൻ? ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ്, 2027 ആണ് വരുന്നത്. അടുത്തത് ഡിജിറ്റൽ സംവിധാനങ്ങൾ ഒഴിവാക്കി പാഠപുസ്തകങ്ങളിലേക്ക് പൂർണ്ണമായും മടങ്ങാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? സ്വീഡൻ, ഫിൻലാൻഡ്, നോർവേ, ഡെൻമാർക്ക്. ഏതാണ് രാജ്യം? ഏതാണ്? ഓപ്ഷൻ എ ആണ്, സ്വീഡൻ ആണ്. അടുത്തത് മഹാനദി ജലതർക്കവുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? കർണാടക, തമിഴ്നാട്, ഒഡീഷ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. ആൻസർ നോക്കാം. ഓൾറെഡി നമ്മൾ ആൻസർ പറഞ്ഞു, ഒഡീഷ, ഛത്തീസ്ഗഡ്. അടുത്തത് അണ്ടർ 12 ലോകകപ്പ് റാപ്പിഡ് ചെസ് കിരീടം നേടിയ ഇന്ത്യൻ താരം? വൈശാലി, കൊനേരു ഹംപി, പ്രജ്ഞാനന്ദ, ശർവാനിക. ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ്, ശർവാനികയാണ് വരുന്നത്. അടുത്തത് കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയതിന്റെ 35ാം വാർഷികം ആഘോഷിക്കുന്നത്? 2026 ഏപ്രിൽ 18, 2026 മെയ് 18, 2026 ഏപ്രിൽ 1, 2026 ജനുവരി 26. ആൻസർ നോക്കാം. ഓപ്ഷൻ എ 2026 ഏപ്രിൽ 18 ആണ്. അടുത്തത്
1991 ഏപ്രിൽ 18 കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായി പ്രഖ്യാപിച്ച നവസാക്ഷരതയായ വനിത ആരാണ്? അക്കാമ ചെറിയാൻ, ചേലക്കോടൻ, ആയിഷ, ഗൗരിയമ്മ, മേരി പുന്നൻ ലൂക്കോസ്. ഏതാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ്, ചേലക്കോടൻ ആയിഷയാണ് വരുന്നത്. അടുത്തിടെ അങ്കാര 1.2 റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചൈന, അമേരിക്ക, റഷ്യ, ഫ്രാൻസ്. ഏതാണ് രാജ്യം? ചൈന, അമേരിക്ക, റഷ്യ, ഫ്രാൻസ്. ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ്, റഷ്യ ആണ്. അടുത്തിടെ ലൂസിയാഡ കോൺസ്റ്റലേഷൻ പദ്ധതിയുടെ ഭാഗമായി 4 സാഹിത്യ പ്രതിഭകളുടെ പേരിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച രാജ്യം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പെയിൻ, ഫ്രാൻസ്, ഇറ്റലി, പോർച്ചുഗൽ. സ്പെയിൻ, ഫ്രാൻസ്, ഇറ്റലി, പോർച്ചുഗൽ. ഏത് രാജ്യമാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ്, പോർച്ചുഗൽ ആണ്. അന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങളും മലിനീകരണ തോതും കൃത്യമായി നിരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഡാഖി ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? അമേരിക്ക, ജപ്പാൻ, റഷ്യ, ചൈന. ഏതാണ് രാജ്യം? അമേരിക്ക, ജപ്പാൻ, റഷ്യ, ചൈന. ആൻസർ നോക്കാം. ചൈന. ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനും പ്രാദേശിക സമൂഹങ്ങളുടെ ഉപജീവന മാർഗം പിന്തുണയ്ക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ അടുത്തിടെ 5 വർഷത്തെ പദ്ധതി ആരംഭിച്ചു. തമിഴ്നാടിനോടൊപ്പം ഏത് സംസ്ഥാനമാണ് ഈ അടിസ്ഥാന പദ്ധതി നടപ്പിലാക്കുക? ഉത്തരാഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, മേഘാലയ. ഉത്തരാഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, മേഘാലയ. ഏതാണ്? ഉത്തരാഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, മേഘാലയ. ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ്, മേഘാലയ ആണ്. ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ യുവ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരി ആരാണ്? ശ്രീകല മേനോൻ, ജിൻഷ ഗംഗ, അഞ്ജലി സജീവ്, ദേവിക രഘുനാഥ്. ഏതാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ്, ജിൻഷ ഗംഗയാണ്. സൈക്കിളിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിതയായി മാറിയത് ബിചേന്ദ്രി പാൽ, ദിവ്യ സിംഗ്, സന്തോഷ് യാദവ്, അരുണിമ സിൻഹ. ആരാണ്? സൈക്കിളിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിതയായി മാറിയത് ആരാണ്? ബിചേന്ദ്രി പാൽ, ദിവ്യ സിംഗ്, സന്തോഷ് യാദവ്, അരുണിമ സിൻഹ. ആരാണ് വരുന്നത്? ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ്, ദിവ്യ സിംഗ് ആണ്. മുകേഷ് അംബാനിയെ പിന്നിലാക്കി ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായി മാറിയത് ഗൗതം അദാനി, രത്തൻ ടാറ്റ, ശിവ് നാഡർ, ലക്ഷ്മി മിത്തൽ. ആരാണ്? ആൻസർ നോക്കാം. ഗൗതം അദാനിയാണ് വരുന്നത്. 2026 ഏപ്രിലിൽ മ്യാൻമാറിൽ പൊതുമാപ്പ് വഴി മോചിപ്പിക്കപ്പെട്ട മുൻ പ്രസിഡന്റ് ആരാണ്? ഓങ് സാൻ സൂചി, മിൻ ഓങ് ഹൈങ്, യൂനു വിൻമെന്റ്. ആരാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ്, വിൻമെന്റ് ആണ്. ചൊവ്വയുടെ ഉപരിതലത്തിനിടയിൽ ജീവന്റെ അടയാളങ്ങൾ കണ്ടെത്താൻ യൂറോപ്യൻ സ്പേസ് ഏജൻസി നേതൃത്വം നൽകുന്ന ദൗത്യം ഏതാണ്? പെർസീവിയൻസ് ദൗത്യം, റോസ്ലിംഗ് ഫ്രാങ്ക്ലിൻ റോവർ ദൗത്യം, ക്യൂരിയോസിറ്റി ദൗത്യം, മംഗൾയാൻ ദൗത്യം. ഏതാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ്, റോസ്ലിംഗ് ഫ്രാങ്ക്ലിൻ റോവർ ദൗത്യമാണ്. 2026 ഏപ്രിലിൽ സൂര്യനിൽ പതിച്ച വാൽനക്ഷത്രം ഏതാണ്? ഹാലി വാൽ നക്ഷത്രം,
നിയോവൈസ്, C2026A1, ഹെയിൽ ബോബ്. ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ്, C2026A1 ആണ് അടുത്തത്. പ്രഥമ ബോൾഡേഴ്സ് ക്ലാസിക് കിരീടം നേടിയ ഇന്ത്യൻ ഗോൾഫ് താരമാരാണ്? ജീവ മിൽഖ സിംഗ്, ശുഭ്ശങ്കർ ശർമ്മ, അനിർബൻ ലാഹിരി, അർജുൻ അതാൽ. ആരാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ്, ശുഭ്ശങ്കർ ശർമ്മയാണ് വരുന്നത് അടുത്തത്. കേരളത്തിലെ അധിനിവേശ സസ്യങ്ങളെ തിരിച്ചറിയാൻ ആപ്പ് വികസിപ്പിച്ചതിന് 2026 WWF ദേശീയ അവാർഡ് ലഭിച്ചതാർക്ക്? N. അലീം യൂസഫ്, ഡോക്ടർ കെ സുരേന്ദ്രൻ, ആർ വേണുഗോപാൽ, പി മുരളി. ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ്, N. അലി യൂസഫ് ആണ്. ഓക്കെ, N. അലീം യൂസഫ് ആണ് അടുത്തത്. ഇന്ത്യൻ കരസേനയുടെ സെൻട്രൽ കമാൻഡ് ചീഫ് ഓഫ് സ്റ്റാഫായി നിയമിതനായ മലയാളി ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ PR ശ്രീജിത്ത്, ലഫ്റ്റനന്റ് ജനറൽ CJ ജയചന്ദ്രൻ, ലഫ്റ്റനന്റ് ജനറൽ S വിനോദ്, ലഫ്റ്റനന്റ് ജനറൽ M മനോജ്. ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ്, ലഫ്റ്റനന്റ് ജനറൽ CJ ജയചന്ദ്രൻ ആണ് അടുത്തത്. നാമനിർദ്ദേശം വഴി രാജ്യസഭയിൽ എത്തി ഡെപ്യൂട്ടി ചെയർമാൻ പദവിയിലെത്തുന്ന ആദ്യ വ്യക്തി? PJ കുര്യൻ, ഹരിവംശ് നാരായൺ സിംഗ്, K. റഹ്മാൻ ഖാൻ, പ്രതിഭ പാട്ടീൽ. ആരാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ്, ഹരിവംശ് നാരായൺ സിംഗ് ആണ് അടുത്തത്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ കൽക്കരി ടു അമോണിയം നൈട്രേറ്റ് പ്രോജക്റ്റ് ആരംഭിച്ച സംസ്ഥാനം? പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ്, ഒഡീഷ. ആൻസർ നോക്കാം. ഒഡീഷയാണ് അടുത്തത്. ദേശീയ പാതയോരങ്ങളിലെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ഇന്ത്യയുടെ ദേശീയ പാത അതോറിറ്റി 2026 ഏപ്രിലിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? വാൻമിത്ര, ആരോഗ്യവാടിക, ആരോഗ്യവൻ, ഹരിത ഭാരത്. ആൻസർ നോക്കാം. ആരോഗ്യവൻ ആണ് അടുത്തത്. കേന്ദ്ര സർക്കാർ അടുത്തിടെ അംഗീകാരം നൽകിയ കമല, കാലൈറ്റു എന്നീ ജലവൈദ്യുത പദ്ധതികൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്, മേഘാലയ. ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ്, അരുണാചൽ പ്രദേശ് ആണ് അടുത്തത്. 2026 ഏപ്രിലിൽ മെറ്റ കമ്പനി പുറത്തിറക്കിയ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ ക്വൻ, DALL-E, മിസ്ട്രൽ, മ്യൂസ് പാർക്ക് ഏതാണ്? ആൻസർ നോക്കാം. മ്യൂസ് പാർക്ക് ആണ് വരുന്നത് അടുത്തത്. ത്രിലോചൻ പ്രൊഫൈലിന്റെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെടുന്ന പാങ്യോങ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? അരുണാചൽ പ്രദേശ്, സിക്കിം, ത്രിപുര, നാഗാലാൻഡ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, സിക്കിം ആണ് അടുത്തത്. 2026 അക്കിത്തം പുരസ്കാരം ലഭിച്ചത് TD രാമകൃഷ്ണൻ, ശ്രീകുമാരൻ തമ്പി, V മധുസൂദനൻ നായർ, ശ്രീജിത്ത് മൂത്തേടം. ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ്, V മധുസൂദനൻ നായർ ആണ് വരുന്നത് അടുത്തത്. 6 ഭൂഖണ്ഡങ്ങളിലും അയൺമാൻ ട്രാക്കത്തലോൺ വിജയിച്ച മലയാളി ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മുഹമ്മദ് അഫ്സൽ, ദീപക് ലാൽ, സുജിത് രാജ്, സുരേഷ് ശ്യാം ചാണ്ടി. ആരാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ്, സുരേഷ് ശ്യാം ചാണ്ടി ആണ് അടുത്തത്. ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ച ആദ്യ ഓർബിറ്റൽ റോക്കറ്റ് ഏതാണ്? ധനുഷ്, അഗ്നിബാൻ,
പ്രാരംഭ്, വിക്രം 1. ആൻസർ നോക്കാം. വിക്രം 1 ആണ്. അടുത്തത് 2026 ഏപ്രിലിൽ ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചത്? ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഫ്രാൻസ്. ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഫ്രാൻസ്. ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ്, ന്യൂസിലാൻഡ് ആണ്. അടുത്തത് 2026 ജനുവരിയിൽ ഏത് സംസ്ഥാന സർക്കാരാണ് അക്കപാട്രി പദ്ധതി ആരംഭിച്ചത്? തമിഴ്നാട്, തെലങ്കാന, കർണാടക, ആന്ധ്രാപ്രദേശ്. ഓപ്ഷൻ സി ആണ്, കർണാടകയാണ്. അടുത്തത് ദുരന്ത പ്രതികരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഗുവാരൽ ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഗുവാരൽ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. നാഗാലാൻഡ്, സിക്കിം, ത്രിപുര, മിസോറാം. നാഗാലാൻഡ്, സിക്കിം, ത്രിപുര, മിസോറാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, മിസോറാം ആണ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ പേപ്പർ രഹിത ജുഡീഷ്യൽ ജില്ല ഏതാണ്? വയനാട്, തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ പേപ്പർ രഹിത ജുഡീഷ്യൽ ജില്ല ഏതാണ്? വയനാട്, തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്. ആൻസർ നോക്കാം. ഓപ്ഷൻ എ വയനാടാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകൾ ഉള്ളത് തെലങ്കാന, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകൾ ഉള്ളത് തെലങ്കാന, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ്, തമിഴ്നാടാണ്. അടുത്തത് സൗരാന്ധ്ര ഓറിയോഗ്ലോസോ എന്ന പുതിയ സസ്യ ഇനത്തെ ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത്? അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ, ത്രിപുര. ആൻസർ നോക്കാം. ഓപ്ഷൻ അരുണാചൽ പ്രദേശ് ആണ്, എ ആണ് വരുന്നത്. ഇന്ത്യയുടെ റാംസാർ സൈറ്റായി അടുത്തിടെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഷേഖാധീൽ പക്ഷിസങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്. ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ നോക്കാം. ഉത്തർപ്രദേശ് ആണ്. അടുത്തിടെ വാർത്തകൾ കണ്ട ആസ്പിരോ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗ്രീസ്, പെറു, ചിലി, ചൈന. ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗ്രീസ്, പെറു, ചിലി, ചൈന. ആൻസർ ഓപ്ഷൻ ബി ആണ്, പെറു ആണ്. അടുത്തത് ടെക്സ്റ്റോളജി ഡെവലപ്മെന്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ പദ്ധതി ഏത് സ്ഥാപനമാണ് ആരംഭിച്ചത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് ബയോടെക്നോളജി, നീതി ആയോഗ്, ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ. ഏതാണ്? ആരാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത്? ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത് കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമുക്കുള്ളത്. ഒരു റാപ്പിഡ് ഫയർ പോലെ പെട്ടെന്ന് കുറേ ചോദ്യങ്ങളും കുറേ ഉത്തരങ്ങളുമാണ് നിങ്ങളുടെ മുൻപിൽ എത്തിച്ചത്. അപ്പോൾ നമ്മൾ വീണ്ടും പറയാണ്, ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്കൊക്കെ ചെയ്യുക, വീഡിയോയ്ക്ക് ഹൈപ്പ് ചെയ്യാൻ അറിയുന്നവർ ഹൈപ്പൊക്കെ ചെയ്യണേ കേട്ടോ. നമ്മുടെ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ബൈ.